കൊലവിളി പ്രസംഗവുമായി എത്തിയിരിക്കുകയാണ് SKSSF നേതാവ് സത്താർ പന്തലൂർ. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടാൻ SKSSF പ്രവർത്തകർ ഉണ്ടാകുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് നേതാവ്. സമസ്ത മുഷാവറ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണം. തീരുമാനം അംഗീകരിക്കാത്തവരെ സമസ്തയ്ക്കും SKSSFനും ആവശ്യമില്ലെന്നുമാണ് സത്താർ പന്തലൂർ പറയുന്നത്. മാത്രമല്ല, ഞങ്ങൾക്ക് ഒരേയൊരു കടപ്പാടേയുള്ളൂവെന്നും അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് മാത്രമാണെന്നും ആ സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ, അതിന്റെ ഉസ്താദുമാരെ, അതിന്റെ സദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ SKSSFന്റെ പ്രവർത്തകർ മുന്നിലുണ്ടാകുമെന്നും നേതാവ് തുറന്നടിച്ചു. ഈ പറഞ്ഞതിനെ ഒരിക്കലും അപമര്യാദയായിട്ടാരും കാണേണ്ടതില്ലെന്നും സത്താർ വ്യക്തമാക്കി. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ജനിച്ച, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പായി എല്ലാവരും തിരിച്ചറിയണമെന്നും സത്താർ പന്തലൂർ പ്രസംഗത്തിനിടെ പറഞ്ഞു. ഉലമാക്കളെ അംഗീകരിച്ചും ബഹുമാനിച്ചുമാണ് എക്കാലവും ഈ സംഘടന മുന്നോട്ടു പോയിട്ടുള്ളത്. സമസ്തയോടല്ലാതെ ഒരു പ്രസ്ഥാനത്തോടും ഈ സംഘടന വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും പറഞ്ഞ സത്താർ പന്തലൂർ കൃത്യമായ അജണ്ടയും നിലപാടുള്ള പ്രസ്ഥാനമാണിതെന്നും ചൂണ്ടിക്കാട്ടി. പണ്ട് പഞ്ചായത്ത് മെമ്പറെ വിളിച്ചാൽ അവർക്ക് സമസ്തയുടെ ഓഫീസിൽ കയറാൻ സമയമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ സമസ്തയുടെ ഓഫീസിൽ വരാൻ സമയം തരണേ എന്ന് പറയുകയാണ്. ആ രീതിയിലേക്ക് പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞെന്നും സത്താർ പന്തലൂർ കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് മുഖദ്ദസ് സന്ദേശയാത്ര സമാപന റാലിയിലാണ് സത്താർ പന്തലൂരിന്റെ ഈ വിവാദ പ്രസംഗം. സമസ്തയിലെ CIC തർക്കത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടും ലീഗിലെ മുതിർന്ന നേതാക്കളായ PMA സലാം ഉൾപ്പെടെയുള്ളവരുമായുള്ള അസ്വാരസ്യങ്ങളും നിലനിൽക്കെയാണ് കൊലവിളി പ്രസംഗവുമായി SKSSF നേതാവിന്റെ ഈ വിവാദ പരാമർശം. PMA സലാം സമുദായത്തിൽ ചിത്രതയുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹത്തെ ബന്ധപ്പെട്ടവർ അടിയന്തരമായി നിയന്ത്രിക്കണമെന്നും SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. സമസ്തയും ലീഗും കാലങ്ങളായി നിലനിർത്തിപ്പോരുന്ന സൗഹൃദത്തെ തകർക്കാൻ ഇത്തരക്കാർ ശ്രമിക്കുന്നത് കാര്യമായി ശ്രദ്ധിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം SKSSFന്റെ പ്രസിഡന്റ് ആരാണെന്ന് സലാം സാഹിബിന് അറിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മനോനില കൂടിയാണ് വെളിവാക്കുന്നതെന്നാണ് SKSSF ജനറൽ സെക്രട്ടറി റഷീദ് അലി ഫൈസി വെള്ളായിക്കോട് പറയുന്നത്. ഇതിന് പിന്നാലെ SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റും രംഗത്തു വന്നു. PMA സലാം സമുദായത്തിൽ ചിത്രതയുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് അവർ പറഞ്ഞത്. ആദ്യം സമസ്താധ്യക്ഷനെ വാർത്താ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം അവഹേളിച്ചു. ഇപ്പോൾ SKSSF സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെയും അവഹേളിച്ചിരിക്കുന്നു. കുഴപ്പമുണ്ടാകുമ്പോൾ ഒപ്പിടുന്നയാൾ എന്നാണ് അദ്ദേഹം തങ്ങളെ അധിക്ഷേപിച്ചത്. സമസ്തയോടുള്ള അദ്ദേഹത്തിന്റെ വിരോധമാണ് ഇത്തരം അധിക്ഷേപങ്ങളിലൂടെ പുറത്തു വരുന്നത്. സമസ്തയും മുസ്ലിം ലീഗും കാലങ്ങളായി നിലനിർത്തിപ്പോരുന്ന സൗഹൃദത്തെ തകർക്കാൻ ഇത്തരക്കാർ ശ്രമിക്കുന്നത് ഗൗരവപൂർവ്വം കാണേണ്ടതാണെന്ന് യോഗം ആവശ്യപ്പെട്ടു. എത്ര ഉന്നതനായാലും സമസ്തയ്ക്കും അതിന്റെ നേതാക്കൾക്കുമെതിരെ വന്നാൽ അവർ കനത്ത വില നൽകേണ്ടി വരുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.